നിങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല എന്ന് എനിക്കറിയാം. ഞാനിവിടെ മത്സരിക്കുന്ന വിവരം പറയാൻ വന്നതാണ്. നീ ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. നിങ്ങളുടെ ഈ ഫോണോ ഇന്റർനെറ്റോ ഇല്ലാത്തത് കൊണ്ട് നേരിട്ട് വന്ന് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണം. നോക്കിയിരുന്നോ? എല്ലാവരും വോട്ട് ചെയ്യുമല്ലോ അല്ലേ? ആഗ്രഹിക്കുന്ന ഒരു പരിധി വേണ്ടേ? ഇവിടെയുള്ള നാട്ടുകാരോട് പറയാനുള്ളത്, എൻ്റെ ഫേസ്ബുക്ക് യൂട്യൂബ് ചാനലിൽ ശ്രദ്ധിച്ചാൽ എന്തിനാണ് മത്സരിക്കുന്നത്, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. വേണ്ട കണ്ടാത്തോണ്ട. അല്ലാതെ ഇലക്ഷൻ പ്രചരണ രീതികൾ എന്ന് പറയുന്നത് പഴയ രീതിയിൽ പോസ്റ്ററോ ബാനറോ ഫ്ലെക്സോ മൈക്ക് അനൗൺസ്മെന്റ് പോലെ നടക്കുമെന്ന് തോന്നുന്നില്ല. കണ്ടറിയണം കോശി, നിനക്കെന്താ സംഭവിക്കാതെ? അതിന്റെ ആവശ്യമില്ല, വലിയ പ്രായമൊന്നും ഇല്ല. അതുകൊണ്ട് മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ അതിനപ്പോ അജു അലക്സ് തിരുവല്ല 2026 എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജും ഒരു യൂട്യൂബ് ചാനലും ഉണ്ട്. അജു അലക്സ് തിരുവല്ല 2026 എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്താൽ മതി. എന്ത് കാര്യത്തിനാണിത്? ഇലക്ഷൻ സംബന്ധമായ കാര്യങ്ങൾ എന്തൊക്കെയാണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അത് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് വേണേൽ വോട്ട് ചെയ്യാം, എന്ത് വേണേൽ ചെയ്യാം. ഞാൻ ആരും വോട്ട് ചെയ്യണമെന്ന് ഞാൻ പറയത്തില്ല. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യസ്തതയോ അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ഗുണമോ നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് എന്ന് തോന്നിയാൽ മാത്രം വോട്ട് ചെയ്യാം. അവിടെയും ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ എന്നെ ഇഷ്ടമല്ല വോട്ട് ചെയ്യണം വേണ്ട. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. ഞാൻ പറയുന്ന ഇതൊന്നും അല്ല. നിങ്ങൾ ഈ ആളും പേരും ഇയാൾ എന്താണ്, ഇയാൾ അങ്ങനത്തെയാണ് ഇങ്ങനത്തെയാണ് നോക്കരുത്. ഒരു എന്താ പറയുക, ഇപ്പൊ ഞാൻ MLA ആകുന്നു എന്നല്ല പറയുന്നത്, അല്ല എനിക്കൊരു മന്ത്രി ആകണം, അങ്ങനെയല്ല. ഈ സിസ്റ്റത്തിനകത്ത് ചില പ്രശ്നങ്ങൾ, ഈ സിസ്റ്റത്തിനകത്തുള്ള കറപ്ഷൻ മൊത്തം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി, മാറ്റിക്കോളാം. മാറ്റണ്ട. എനിക്ക് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് തെളിയിക്കാൻ തെളിയിച്ചിട്ടുണ്ട്. ഈ ചാരിറ്റി എന്ന് പറഞ്ഞ സെറ്റപ്പിലെ കറപ്ഷൻ മൊത്തമായിട്ട് എടുത്ത് കളഞ്ഞ് പെർമനന്റ് സൊല്യൂഷനാണ് കൊടുത്തേക്കുന്നത്. അതായത് നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം.